ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. എന്താണ് ദൈവാനുഭവം എന്ന് ചോദിച്ചാൽ നമുക്കെന്താണ് മറുപടി? ഇപ്പം നിങ്ങൾ പറയും, എനിക്കൊരു കോരിത്തെരിപ്പുണ്ടായി, രോമാഞ്ചം ഉണ്ടായി, മുടി എഴുന്നേറ്റ് വന്നു, നാവ് ഇങ്ങനെ പടപടപടാന്ന് തലച്ചു, അല്ലെങ്കിൽ എന്താണ് ദർശനങ്ങളുണ്ടായി, രോഗശാന്തി കിട്ടി. ഇതൊക്കെ ദൈവാനുഭവമാണ്. അത് തൊലിപ്പുറത്തുള്ള ഒരു ദൈവാനുഭവം എന്ന് പറയും, പുറത്തുള്ള. എന്നാൽ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് ദൈവാനുഭവം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് വിശുദ്ധി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ട്. എന്താണ് ഉത്തരം? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടുന്നതാണ് വിശുദ്ധി. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? കരുണ, ഈശോ തന്നെ പറഞ്ഞു അല്ലേ, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവം സ്നേഹിക്കുന്നത് പോലെ നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം വിശ്വസ്തനാണ്, ക്ഷമിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് വിശുദ്ധി. ഈ സ്വഭാവം നമുക്ക് ലഭിക്കുമ്പോൾ ഇതാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. ബൈബിളിലൂടെ ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, ഞാൻ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കണം, എൻ്റെ പിതാവ് കരുണയുള്ളവനാണ്, എൻ്റെ പിതാവ് പരിപൂർണനാണ്, എൻ്റെ പിതാവ് പരിശുദ്ധനാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്നതാണ് നമ്മളുടെ അപ്പൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായ നമ്മളുടെ വികാരങ്ങളെ അതിജീവിക്കുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കാക്കയുടെ പ്രത്യേകത എന്താണ്? കൊത്തി എടുത്തുകൊണ്ട് പോകലാണോ കൊത്തി തരലാണോ? കൊത്തി എടുത്തുകൊണ്ട് പോകും. എലിയാ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം കാക്കയെ ധ്യാനിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു എലിയാ പ്രവാചകൻ വരും, അവന് ഫുഡ് കൊടുത്തോളാം. നിങ്ങൾ ഓർത്ത് നോക്കൂ, കാക്കയുടെ സ്വഭാവം പ്രകൃത്യ എന്താ സ്വഭാവം? കാക്കയ്ക്ക് എടുത്തുകൊണ്ട് പോവുക. ആ കാക്ക വചനം കേട്ടപ്പോൾ കാക്ക എടുത്തുകൊണ്ട് പോണ കാക്ക എടുത്തുകൊണ്ട് കൊടുക്കണു. അതായത് നമ്മുടെ ജന്മനാ ഉള്ള ചില സ്വഭാവങ്ങളൊക്കെ മാറും. ഹല്ലേലൂയ. വചനം അകത്തോട്ട് വന്നാൽ നമുക്കറിയാം, ബൈബിളിൽ 2 പുസ്തകമുണ്ട് അല്ലേ? പഴയ നിയമ പുസ്തകമുണ്ട്, പുതിയ നിയമമുണ്ട്. പഴയ നിയമത്തിൽ പ്രത്യേകത എന്താണ്? നമ്മുടെ സ്വഭാവം കണ്ണിന് പകരം കണ്ണ്, അടിക്കടി, ഇടിക്കിടി. അതായത് പഴയ തോൽക്കുടം. പഴയ തോൽക്കുടത്തിന് പ്രത്യേകത എന്താണ്? ഫ്ലെക്സിബിൾ അല്ല. ഫ്ലെക്സിബിൾ അല്ല എന്ന് പറഞ്ഞാൽ വരണ്ടതാണ്, വരണ്ടത്. പുതിയ തോൽക്കുടത്തിന് പ്രത്യേകത എന്താണ്? അതിൽ വീഞ്ഞൊഴിച്ചു വെച്ചാൽ വീഞ്ഞിൽ ആ വായു ഒക്കെ വന്ന് നിറഞ്ഞ് ഇതിങ്ങനെ വീർക്കാൻ തുടങ്ങും. അപ്പോൾ തോൽക്കുടം, ഇത് തുകലുകൊണ്ടുണ്ടാക്കിയ തോൽക്കുടമാണ്. ഈ തോൽക്കുടം പയ്യെ വികസിക്കാൻ തുടങ്ങും. വീഞ്ഞ് വീര്യം കൂടുന്തോറും തോൽക്കുടം വികസിക്കാൻ തുടങ്ങും. പഴയ തോൽക്കുടം വരണ്ടതായതുകൊണ്ട് വഴങ്ങാത്തതാണ്, ഫ്ലെക്സിബിൾ അല്ല. അപ്പം എന്താ കുഴപ്പം? തോൽക്കുടം പൊട്ടിപ്പോവും. നമ്മൾ പുതിയ തോൽക്കുടങ്ങളായി മാറണം. യേശുവാകുന്ന വീഞ്ഞ് നമുക്ക് ലഭിക്കുമ്പോൾ, വചനമാകുന്ന വീഞ്ഞ് നമുക്ക് ലഭിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആകുന്ന അതിനർത്ഥം എന്നാ? ക്ഷമിക്കാനും സഹിക്കാനും തോറ്റുകൊടുക്കാനും വിട്ടുകൊടുക്കാനും. തൈലാഭിഷേകത്തിന് നമ്മൾ സഭ എന്താ പഠിപ്പിക്കുന്നത്? നമ്മളെ തൈലാഭിഷേകം എന്തിനുള്ളതാണ്? തൈലാഭിഷേകം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ മെയ്വഴക്കത്തിന് നൽകുന്ന തൈലമാണ്. ആത്മാവിൻ്റെ മെയ്വഴക്കത്തിന്. ഹല്ലേലൂയ.
അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നല്ല പഠിച്ച കള്ളന്മാർ, ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു കള്ളൻ കയറി, അദ്ദേഹം മൊത്തം എണ്ണയിൽ കുളിച്ച വന്നേക്കണേ, അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചു, പക്ഷേ പിടിച്ചാൽ കിട്ടണ്ടേ ഈ മുതലിനെ, പിടിക്കും പ്ലക്കേന്ന് വഴുതി പോകും. അപ്പോൾ ഈ എണ്ണാഭിഷേകം എന്താണെന്ന് മനസ്സിലായത്, തൈലാഭിഷേകം പിടിച്ചാൽ കിട്ടൂല. നോക്കൂ, ഈ തൈലാഭിഷേകമാണ് സഭ നമുക്ക് നൽകിയേക്കണേ. എന്താ? പിശാചിന് നിന്നെ പിടിച്ചാൽ നീ വഴുതി പോവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ പിടിച്ചാൽ കിട്ടൂല. നമ്മൾ പ്രത്യേക വഴുവഴുപ്പുള്ളവരാ. നമ്മളെ ഫ്ലെക്സി, അതായത് എപ്പോഴും മെയ്വഴക്കം എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങളെ തല്ലിന്ന് കരുതുക. മെയ്വഴക്കമുള്ളവനാണെങ്കിൽ ചിരിച്ചു കളയും, മെയ്വഴക്കമില്ലാത്തവനാണെങ്കിൽ തിരിച്ചടിക്കും. ഇതാണ് വ്യത്യാസം. ഇതാണ് പ്രത്യേകം. ഇതാണ് ഈശോ പറയണേ, നീ വീണ്ടും ഒന്ന് ജനിക്കണം. നിന്റെ പഴയ സ്വഭാവമില്ലേ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അടിക്കടി ഇടിക്കിടി, ആ സ്വഭാവം മാറണം. നമുക്കറിയാം മോശയുടെ കാലത്തിന് മുമ്പ് എന്തായാലും നിയമം, നിങ്ങളുടെ പല്ല് ആരെങ്കിലും അടിച്ച് കാട്ടിക്കളഞ്ഞു എന്ന് കരുതുക, നിങ്ങളുടെ പല്ല് അടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ നമുക്കൊരു നിയമമുണ്ട്. എന്താണ് നിയമം? അപ്പം എൻ്റെ പല്ല് ആരും അടിച്ച് കളയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബന്ധുക്കളെ വിളിച്ചു കൂട്ടിയിട്ട് എൻ്റെ പല്ല് അടിച്ച് കളഞ്ഞവൻ്റെ 32 പല്ല് അടിച്ച് കാട്ടിക്കളയാം. എന്ത് നല്ല നിയമമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ നിയമം ഇന്ത്യയിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പല്ലുണ്ടാവില്ല, അല്ല എല്ലാ പല്ലും പോയിട്ടുണ്ടാവും. മോശ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഒരു പല്ല് അടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വീട്ടുകാരെ കൂട്ടി ചെന്നിട്ട് അവനെ ഒരു പല്ല് അടിച്ച് കളഞ്ഞാൽ മതി, ഒന്നുക്കൊന്ന്. നിൻ്റെ ഒരു കണ്ണ് കുത്തി കളഞ്ഞാൽ നീ പോയിട്ട് 2 കണ്ണ് കുത്തരുത്, ഒറ്റ കണ്ണ് കുത്തിയാൽ മതി. ഈശോ വന്നിട്ട് പറഞ്ഞു, ഇനി അതവിടെ നിൽക്കട്ടെ, പഴയ നിയമം ഞാൻ പൂർത്തീകരിക്കാൻ പോവാണ്. മോശ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, കണ്ണിന് പകരം കണ്ണെന്ന്. ഞാൻ പറയണ, ഇന്നു മുതൽ ഒരു കണ്ണ് കുത്തിക്കളയുന്നവന് മറ്റേ കണ്ണും കൂടി കുത്തിക്കളയാൻ കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുക. നിന്റെ ഒരു കൈ വെട്ടുന്നവന് അടുത്ത കൈയും കാണിച്ചു കൊടുക്കുക. ഒരു മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കണം. ഉടുപ്പ് ചോദിക്കുന്നതിന് മേലെങ്കിൽ കൂടി കൊടുത്തേക്ക്. നിന്റെ പറമ്പ് ചോദിക്കുന്നതിന് വീടും കൂടി കൊടുത്തേക്ക്. വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഹല്ലേലൂയാ. നമുക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ പറ്റില്ല, അതെനിക്കറിയാം, പറ്റില്ല. അവിടെയാണ് കാക്കേനെ ഓർത്താൽ മതി. നോക്കൂ, എടുത്തു കൊണ്ടുപോകുന്ന കാക്ക വചനം കേട്ടപ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. വചനം കേൾക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത, അവൻ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളെ ഒരാൾ വെറുതെ ഒറ്റ അടി അടിച്ചു, ഒരു കാര്യമില്ല. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്കെതിരെ വേണ്ടാധീനം പറഞ്ഞുണ്ടാക്കി, വെറുതെ നിങ്ങൾ ദ്രോഹിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ വചനമുണ്ട്, ദ്രോഹം എന്തുകൊണ്ട് നിങ്ങൾക്ക് സഹിച്ചുകൂടാ. ആ വചനം നിങ്ങൾ ബ്ലഡിലുണ്ടെങ്കിലോ നിങ്ങൾ ആ ദ്രോഹം ക്ഷമിക്കും. ബ്ലഡിലില്ലെങ്കിലോ തിരിച്ചടിക്കും. ഉള്ളിൽ വചനമുണ്ടെങ്കിലേ നമുക്ക്, അതാണ് ഈ വീണ്ടും ജനിക്കാന്ന് പറയാൻ. നമ്മുടെ ഉള്ളില് ആസക്തികളാൽ കലുഷിതമായ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുറെ വിത്തുകൾ കിടപ്പുണ്ട്. തെറ്റായ സിദ്ധാന്തങ്ങൾ, അടിച്ചവനെ തിരിച്ചടിക്കണം, നാട്ടിൽ നിന്ന് അടി കിട്ടിയ വീട്ടിൽ കയറരുത്, അടിച്ചിട്ട് കയറാവോ, അല്ലേ? അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ, അല്ലെ? വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക, അല്ലെ? നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളിൽ നിന്നൊരു 1000 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു തരുന്നില്ല എന്ന് കരുതൂ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വന്ന് 500 വെച്ച് നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കൂല. നിങ്ങൾ എന്താ പറയുക? അവർ ഡയലോഗ് പറയും, സൂപ്പർ ഡയലോഗാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. എന്താ ഡയലോഗ്? എന്താ? 5 മിനിറ്റ് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഇത്ര കാശായിരുന്നു കയ്യിൽ നിന്ന് അറിയാമോ, അല്ലേ? എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിലോ, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അപ്പം നിങ്ങൾ വായ്പ കൊടുക്കും. അപ്പം അടുത്ത വചനം എന്താണ്? നിങ്ങൾ ചോദിക്കും, ഈ കാശ് എന്നാ തരിക എന്ന് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വാ തുറക്കുമ്പോഴേക്കും അടുത്ത വചനം വരും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കരുത്. അപ്പൊ സങ്കടമായി, അവ കാശ് പോയല്ലേ. അപ്പൊ നിങ്ങൾ സങ്കടത്തോടുകൂടി കാശ് കൊടുക്കുമ്പോൾ അടുത്ത വചനം വരും, എന്താണ്? ദാനം ചെയ്യുമ്പോൾ മുഖം വാടരുത്. അപ്പൊ നിങ്ങൾ പുഞ്ചിരിച്ചു, അവിടെ നിങ്ങൾ ഫ്രീ ആയി. ഹല്ലേലൂയാ. എന്നാ ഈ വചനം ഇല്ലെങ്കിലോ, നിങ്ങൾ കൊടുത്ത 1000, ആ 1000ന്റെ പേരും പറഞ്ഞ് പിശാച് നമ്മുടെ ബന്ധങ്ങൾ ബന്ധനങ്ങളാക്കി മാറ്റി സ്നേഹത്തിന്റെ ഒഴുക്ക് ഹൃദയത്തിൽ നിന്ന് നിലയ്ക്കാവുന്ന വിധത്തിൽ വെറുപ്പിന്റെ മതിൽ കെട്ടി അടയ്ക്കും. മതി ഇതിലേ. എന്നാൽ വചനം കേൾക്കുമ്പോഴോ, വാ ഇതിലേ, മതിൽ പൊളിക്കും, വാതിലാവും. ഹല്ലേലൂയാ. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ പഴയ നിയമത്തിന്റെ ആൾക്കാരാണോ പുതിയ നിയമത്തിന്റെ ആൾക്കാരാണോ എന്നുള്ളത്?
രണ്ടും ഉണ്ട് ബ്രദറെ, എനിക്ക് ജീവിച്ച് പോണ്ടേ. അതായത് ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ, പഴയ ഉടുപ്പ് കയ്യിലുണ്ട്, പിന്നെ വചനം കേട്ട് ഈശോയെ ധരിക്കണമെന്നല്ലേ പറയണേ. റോമാലേഖനം 13:14 നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം. നമ്മുടെ കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഉടുപ്പ് പോക്കറ്റിലിട്ടിട്ടുണ്ട് നമ്മളോട്, അത് ആവശ്യം വന്ന് എടുത്ത് അല്ലേ. അതാണ് നമ്മൾ പറയണേ, എൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആരാന്നറിയാലോ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ സാധനം അവിടെ കിടപ്പുണ്ടെന്നാ. ഒരു ഗുരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ പോയാൽ നന്നാകുകയല്ല, അതുകൊണ്ട് പണി ഒരു 7 വർഷം നീ ബൈബിൾ വായിക്കുക, അപ്പം നന്നാവും. അങ്ങനെ ഗുരുവിൻ്റെ നിർബന്ധം മൂത്ത് ശിഷ്യൻ 7 വർഷം ബൈബിൾ വായിച്ചു, നമ്മളെപ്പോലെ തന്നെ. 7 വർഷം കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, സത്യമൊക്കെ മനസ്സിലായി, ഇപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗുരു ചോദിച്ചു, നിനക്ക് എന്താ മനസ്സിലായി? ബൈബിൾ വായിച്ചു, നിനക്ക് എന്ത് മനസ്സിലായി? ശിഷ്യൻ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഒരു മഹാസത്യം തിരിച്ചറിഞ്ഞു. എന്താണ്? വേണ്ടി വന്നാൽ ഗുരുവിനെയും ഒറ്റി കൊടുക്കാം. ഇതാണ് പുള്ളി പഠിച്ചത്. എങ്ങനെയുണ്ട് ബൈബിൾ വായന? നമ്മുടെ അവസ്ഥ ഇതാ, ഇമ്പോഴൊക്കെ ഇത് വായിക്കണത്. ബൈബിളിൽ നമ്മുടെ ഹെറോദോസ് ബൈബിൾ വായിച്ചു. എന്തിനാ? ഈശോനെ ആരാധിക്കാനല്ല, കൊല്ലാനാ. ഒരുപാട് പേര് ബൈബിൾ വായിക്കുന്നുണ്ട് സഭയെ തകർക്കാൻ, ലോഗോസ് ക്വിസ് എഴുതാൻ, സ്കിറ്റ് എഴുതാൻ, പാട്ടെഴുതാൻ, പക്ഷെ ഒന്നും ഉള്ളിലില്ല. ഹല്ലേലൂയാ അല്ലേ? ജ്ഞാനികൾ വന്ന് ചോദിച്ചു, ഈ ശിശു എവിടെയാ കിടക്കണേ എന്ന് കാണണമല്ലോ. അപ്പോഴാണ് ഹെറോദോസ് പറയണേ, ജ്ഞാനിയോ രാജാവോ എവിടെ? പുള്ളി അപ്പം തന്നെ ബൈബിൾ തുറന്നു. ചില ആൾക്കാർ ബൈബിൾ തുറക്കുന്നത് ഇങ്ങനെ സമയത്താ, അതായത് ആരാധിക്കാനല്ല, ആരാധിക്കാൻ എന്നോണം കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചില ആൾക്കാർ സഭയിൽ വളരുന്നത് സഭയെ തന്നെ കൊല്ലാനാണ്. സഭയെ ചെന്നായി കീറി മുറിക്കണ പോലെ കീറി മുറിക്കാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്, ഹെറോദോസിനെ പോലെയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പഴയ മനുഷ്യനെ ഒളിപ്പിച്ചു വെച്ച് അതിൻ്റെ മോളിക്കോടെ ക്രിസ്തു എന്ന് പറയുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ. എത്ര ഒളിപ്പിച്ചാലും നമ്മുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വരും. ഹല്ലേലൂയാ. എത്ര മാലാഖയുടെ വേഷം കെട്ടിയാലും അകത്തിരിക്കുന്ന മുതൽ ഇടയ്ക്ക് പുറത്തിയാടും. ഒരു ഗുരു ശിഷ്യനെ, ഒരു ഗുണ്ടയായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പണ്ടൊക്കെ കൈവെട്ടും കാൽവെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ കൂടി, ഗുരു പറഞ്ഞു എൻ്റെ കൂടെ കൂടിക്കുമ്പോൾ അങ്ങനെ ശിഷ്യൻ മാനസാന്തരപ്പെട്ട് ഗുരുവിനെ പോലെ തന്നെ ഇങ്ങനെ ധ്യാനിപ്പിക്കാനൊക്കെ തുടങ്ങി. നീണ്ട വർഷങ്ങൾ ഗുരുവിൻ്റെ കൂടെ ശിഷ്യൻ കഴിച്ചു കൂട്ടി. ഇപ്പോൾ ഗുരുവിനേക്കാൾ പ്രശസ്തനായി ശിഷ്യൻ മാറി. ശിഷ്യൻ്റെ പേരൊക്കെ മാറ്റി ശാന്താനന്ദ രൂപൻ എന്നൊക്കെ ആക്കി മാറ്റി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരുവിന് പ്രായമായി. അപ്പോൾ മാത്രമല്ല, ഗുരുവിനെ ആർക്കും വേണ്ടാണ്ടുമായി. ഗുരുവിന് പുതിയ ടെക്നോളജി ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഗുരു പയ്യെ പിന്നണിയിലേക്ക് പോവാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശിഷ്യ നീ ഇപ്പം ഇത്രയും വർഷം എൻ്റെ കൂടെ നടക്കണതല്ലേ, അതുകൊണ്ടൊരു പണി, നിനക്ക് എല്ലാ വചനങ്ങളും അറിയാമല്ലോ, രോഗശാന്തി എല്ലാ വരങ്ങളും നിനക്കുണ്ട്, അതുകൊണ്ട് നീ ഒരു പണി, ഇന്നു മുതൽ നീയാണ് ധ്യാനം നയിക്കേണ്ടത്. ശിഷ്യന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ധ്യാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, നീ എന്താണ് ധ്യാനിപ്പിക്കാൻ പോണത്? ഇത്രയും വർഷം എൻ്റെ കൂടെ നിന്നതല്ലേ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ജനങ്ങളിൽ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കും. അപ്പോൾ ഗുരു പറഞ്ഞു, ജനം മാനസാന്തരപ്പെട്ടില്ലെങ്കിലോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പ്രസംഗിക്കും. അപ്പോൾ ഗുരു വളരെ ശാന്തനായിട്ട്, ഗുരു എപ്പോഴും ശാന്തനാണ്, പുള്ളിക്ക് നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വീണ്ടും പ്രസംഗിക്കും. അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു, എന്നിട്ട് നന്നായില്ലെങ്കിലോ? ശിഷ്യൻ എഴുന്നേറ്റു, പുള്ളി മുണ്ട് മടക്കി കുത്തി, എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് നന്നായില്ലെങ്കിൽ ഈ ജന്തുക്കളെ തല്ലിക്കൊന്ന് കടലിലെറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, ഈ പണി തന്നെയല്ലേ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണി? അതെ. അപ്പൊ ചോദ്യം ഇതാണ്, നിനക്ക് എവിടെയാ മാറ്റം ഉണ്ടായേ? ഹല്ലേലൂയ. നമ്മുടെ പഴയ സാധനം അവിടെ കിടപ്പുണ്ട്, ഇതിന് മാറ്റമില്ല. നമ്മൾ ഓടുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം രക്തത്തിലില്ലാതെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം രക്തത്തിലില്ലാതെ എന്ന് പറഞ്ഞാൽ ഈശോയെ ധരിക്കാമെന്ന് പറഞ്ഞാൽ ഈശോയുടെ ഫോട്ടോ ഉള്ള ഡ്രസ്സ് ധരിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈശോയുടെ ഹൃദയം ധരിക്കുക, ഈശോയുടെ സ്വഭാവം ധരിക്കുക, ഈശോയുടെ മനോഭാവം ധരിക്കുക, അതാണ് ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയുടെ സ്വഭാവം ധരിക്കുക, ഇതിന് പറയുന്ന പേരാണ്
വിശുദ്ധ ജീവിതം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ അടിച്ചവരെ തിരിച്ചടിക്കാതെ ദ്രോഹം സഹിക്കുന്നു. ഒരു പരാതിയില്ല, ആരോടും പറയണില്ല. നമ്മൾ ദ്രോഹം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോടും പരാതിയില്ല, ഒരു പരിഭവമില്ല, കണക്ക് പറച്ചിലും ഇല്ല. ദ്രോഹം സഹിക്കുക. കാരണം എന്താ? ഈശോ സഹിച്ചു. ഇത് പുതിയ നിയമത്തിലേക്ക് വരും. ഇതാണ് നമ്മുടെ തത്വം. എൻ്റെ ഒരു സുഹൃത്ത്, ഇച്ചിരി അകന്ന സുഹൃത്ത്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പെണ്ണാലോചിച്ചു, മനസ്സമ്മതം കഴിഞ്ഞു. മനസ്സമ്മതം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ പെണ്ണ് ഒന്ന് പ്രസവിച്ചതാ. ഇവിടെയുള്ള യുവാക്കന്മാരോട് ഒരു ചോദ്യം: പെണ്ണ് പ്രസവിച്ചു എന്ന് കേട്ടാൽ എന്ത് ചെയ്യും? പിന്നെ അവിടെ കലാപഭൂമിയായിട്ട് മാറും. പിന്നെ നമ്മൾ ഭാഷാവരൊക്കെ ഉപയോഗിക്കും, അല്ലേ? അവരെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കും, കൂട്ടത്തോടുകൂടി ഉപയോഗിക്കും, ഗ്യാങ്ങായിട്ട് ഭാഷാവർ ഉപയോഗിക്കും നമ്മൾ. അപ്പം ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, എന്താ നിൻ്റെ പരിപാടി? അവൻ പറഞ്ഞു, ഞാൻ കെട്ടും. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ കെട്ടണേ? പെണ്ണ് ഒന്ന് പ്രസവിച്ചതല്ലേ? അവൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. അവൻ പറഞ്ഞു, നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്നവർക്കല്ലാതെ ആർക്കാ ചേട്ടാ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുക? ഹല്ലേലൂയ. നമ്മളും കൂടി ധ്യാനിപ്പിക്കുന്ന നമ്മൾ കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാ അവളെ ഉൾക്കൊള്ളുക? അവൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയ, പുതിയ നിയമത്തിൻ്റെ ഹൃദയ അവന്. അങ്ങനെ ഒരാൾ ബൈബിളിൽ ഉണ്ടല്ലോ. ആരാത്? ഔസേപ്പിതാവ്. മോശയുടെ നിയമപ്രകാരം വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൻ്റെ ആ കരുണയുടെ നിയമം ഔസേപ്പിതാവിൽ പൊതിഞ്ഞു നിന്നു. അതാണ് ഈശോ വരുമ്പോ ലോകം നൽകുന്ന കാഴ്ചപ്പാടല്ല. ഞാൻ ഓർക്കണുണ്ട്, ഗൾഫിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്ന ഒരു മനുഷ്യൻ പാതിരാത്രിക്ക് വന്ന് സസ്പെൻസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. അപ്പോൾ ഒരിക്കലും കാണാത്ത ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിയില്ല, 1 വർഷം മുമ്പ് വീട് ഞങ്ങളൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോഴാണ് ഇയാൾ അറിയണേ, 15 വർഷം കൊണ്ട് താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും പറമ്പും, ഭാര്യയുടെ പേരിൽ വാങ്ങിച്ച വീടും പറമ്പും ഭാര്യ വിറ്റ് കാശാക്കി അന്യനാട്ടിലോട്ട് പോയി. ഈ പാവ അറിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ പറയുകയാണ്, ബ്രദറെ, ഏത് പാതിരാത്രിക്ക് വന്നാലും ഞാൻ അവളെ സ്വീകരിക്കും. അയാൾ കിടന്നുറങ്ങിയത് പീഡികത്തിണ്ണയിലാണ്, ഒന്നുമില്ലാണ്ടാ ഗൾഫിൽ നിന്ന് പോകുന്നത്. അയാൾ ഇപ്പോഴും സ്നേഹിക്കുകയാണ് ഭാര്യയെ. അപ്പം അയാൾ പറയുക, ഞാൻ വചനം അറിഞ്ഞത് കൊണ്ടാ ബ്രദറെ, അല്ലെങ്കിൽ പണ്ടേ ഞാൻ കൊന്നു കളഞ്ഞേനെ അവനെ. കണ്ടോ? കരുണയുടെ ഹൃദയം കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയോടെ. പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അയാൾ പറഞ്ഞു, എല്ലാം മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാ, ഒക്കെ നീ എടുത്തോ. അയാൾ പറഞ്ഞ വാക്യ, അൾത്താരയ്ക്ക് മുമ്പിൽ മരണം വരെ ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൈകോർത്തത്, അത് എന്തുകൊണ്ട് ഇനിയും തുടർന്നുകൂടാ? ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവർക്കേ ഇത് പറ്റുള്ളൂ. പുതിയ നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സുവിശേഷ അരൂപിക്ക് ഒത്തവിധം ജീവിക്കുന്നവർക്കേ ഇത് പറ്റുള്ളൂ. ഹല്ലേലൂയാ. അതിനാൽ പ്രിയപ്പെട്ടവരെ, വസ്ത്രത്തിന് ചേർന്ന പോരാട്ടം നടത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതാന്തസ്സിന് ചേർന്ന പോരാട്ടം നടത്തുവാൻ നമുക്ക് സാധിക്കണം. സുവിശേഷ അരൂപിക്ക് ചേർന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയാ. ബൈബിളിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ, ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞില്ലേ, നീതിക്ക് വേണ്ടി വിശക്കുക, ദാഹിക്കുക. ജസ്റ്റിസ് എന്നല്ല ബൈബിളിൽ കൊടുത്തേക്കണ വാക്ക്. ജസ്റ്റിസ് നീതി അല്ല, മറിച്ച് അതിൻ്റെ മൂല അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്: വിശുദ്ധിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് എൻ്റെ അർത്ഥം. വിശുദ്ധിക്ക് വേണ്ടി, എൻ്റെ ആത്മാവിനും മനസ്സിനും പോറലേക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന വിശപ്പും ദാഹവും പോരാട്ടങ്ങളുമാണത്. എൻ്റെ ആത്മാവിന്, എൻ്റെ മനസ്സിന് ഒരു കറ പോലും ഏക്കാതിരിക്കാൻ, ഒരു പോറൽ പോലും ഏക്കാതിരിക്കാൻ, വേടന്റെ കെണിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, ദുഷ്ടന്റെ ചതിയിൽ രക്ഷിക്കാൻ, ചെന്നായുടെ ആക്രമണങ്ങളിൽ നിന്ന്, വിഷസർപ്പത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന്, ദുഷ്ടന്റെ ആക്രമണങ്ങളിൽ നിന്ന്, കള്ളന്റെ ആക്രമണങ്ങളിൽ നിന്ന്,
പിശാചിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന് എന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വിശപ്പും ദാഹവും നമുക്ക് വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലാതെ അത് ഏതെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലോ ഹൈക്കോടതിയുടെ മുന്നിലോ സമരം ചെയ്യുന്ന നീതി അല്ല. ബൈബിൾ പഠിപ്പിക്കുന്ന നീതി വിശുദ്ധിക്ക് വേണ്ടി വിശക്കുക, വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുക. അതാണ് ദാഹം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ദാഹിച്ചു നോക്കിക്കേ. അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വേദന എന്താണെന്ന് അറിയുന്നത്. ഈ സമൂഹത്തിൽ ആരെങ്കിലും ആബേൽ ആയി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈപൊക്കെ, എനിക്ക് ആബേലാകണം. അപ്പൊ പിന്നെ കായനായിരിക്കും പരിപാടിയല്ലേ. ആബേലാകണമെന്ന് ആഗ്രഹമുള്ളവർ, എനിക്ക് ആബേലിനെ പോലെ നിഷ്കളങ്കമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം മതി. ജീവിക്കാൻ പറയണില്ല, നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞത് അതുകൊണ്ടാണ്. ആബേലിനെ പോലെ ആയാൽ കൊള്ളാം. ഒരു പാട്ടുണ്ടല്ലോ, ആബേലിൻ കാഴ്ച പോൽ, അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആബേലാകണമെങ്കിൽ കൂടെ ഒരു കായൻ വേണം. എവിടെ നിന്ന് കിട്ടി മുതലിനെ? ആർക്കും ആബേൽ വെറുതെ ആകാൻ പറ്റില്ല. മോസസിനെ മോസസാക്കുന്നത് ഒരു ഫറോയാണ്. ദാവീദിനെ ദാവീദാക്കുന്നത് ഒരു ഗോലിയാത്താണ്. പൂർവ്വ ജോസഫിനെ പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ 11 വേണം വീട്ടില്. അറിയാലോ, പഴന്ന സ്വഭാവം അറിയാലോ. ഹല്ലേലൂയാ. ആരെല്ലാം ആബേലിനെ പോലെ ബലിയർപ്പിക്കുന്നുണ്ടോ അവരൊക്കെ കായന്റെ കൈകളാൽ കൊല്ലപ്പെടാനുള്ളവരാണ്. ഹല്ലേലൂയാ. ഇപ്പോൾ ഓർത്തോണം. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കട്ടെ, ഈശോയെ പോലെ മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈപൊക്കിയെ. എവിടെ? ഈശോനെ പോലെ മരിക്കണോ? എങ്കിൽ ഈശോനെ പോലെ ജീവിക്കുക. ഇനി യൂദാസിനെ പോലെ മരിക്കണമെങ്കിലോ അതുപോലെ ജീവിക്കാം. എങ്ങനെയും നമുക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഏതുവേലും തിരഞ്ഞെടുക്കാം നമുക്ക്. ഒന്നോർത്തോളുക, ഒരു പക്ഷേ നമ്മൾ ആബേലിനെ പോൽ നിഷ്കളങ്കമായി ജീവിക്കുമ്പോൾ കായൻ നമുക്ക് എതിരാവും. നിങ്ങൾ സൂസന്നയായി നോക്കൂ, ശത്രുക്കളുണ്ടാവും. നിങ്ങൾ ജോസഫിനെ പോലെ ജീവിക്കൂ, പ്രശ്നം ഉണ്ടാവും. അബ്രാഹാം ആകാൻ നോക്കൂ. അബ്രാഹാം എന്ത് ചെയ്തു? അബ്രാഹാം എങ്ങനെ വിശ്വാസികളുടെ പിതാവായത്? ആദ്യം ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു, ഒന്നാമത്തെ വേദന. രണ്ടാമത്തെ വേദന തൊട്ടാ സ്വന്തം നാട് വീട് ഉപേക്ഷിക്കേണ്ടി വന്നു, 3 വേദന, നാട് വീട്. നാലാമത്തെ വേദന എന്തുട്ടാ? ഇസ്മായേലിന്റെ അമ്മയായ ഹാഗാർ എന്ന് പറഞ്ഞ സാറാ പറഞ്ഞത് കേട്ടിട്ട് ഹാഗാറിന്റെ കൂടെ ഹാഗാറിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അടുത്തത് അത് കഴിഞ്ഞ് ആര് ഉപേക്ഷിക്കേണ്ടി വന്നു? ഇസ്മായേലിനെ, സ്വന്തം ചോരയിൽ ജനിച്ച ഇസ്മായേലിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീടാണ് ലാസ്റ്റ് ക്ലൈമാക്സ്, ഇസഹാക്കിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവിടെയാണ് അബ്രഹാം ആകുന്നത്. ചില ഇസഹാക്കിനെ കർത്താവ് കത്തിവെക്കാൻ പറയുമ്പോ ഇതിനാണ് ഈശോ പറഞ്ഞ വാക്ക്, പരിത്യജിക്കുക, പരിത്യാഗം ചെയ്യുക എന്ന് പറയണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഊണുമേശയെ സമീപിക്കുമ്പോൾ പരിത്യാഗത്തിനുള്ള അവസരം കിട്ടാ. എന്താണ് അവസരം? നമ്മളൊക്കെ ഊണുമേശയിലേക്ക് എന്തിനാ ചെല്ലണേ? എങ്ങനെ വയറിറക്കാം എന്നാണ് ചിന്തിക്കണേ, അല്ലേ? ഇപ്പോൾ ഈശോ പറഞ്ഞു, എന്ത് തിന്നും എന്ത് കുടിക്കും ആകുലത വേണ്ട. ഇന്നിപ്പോൾ അങ്ങനെയല്ല പറയാൻ പോണേ. ഏത് തിന്നും ഏത് ആദ്യം എടുക്കും, ആകെ ടെൻഷനാ. കാരണം 4 കൂട്ടം കറി, ആകെ 3 പേരുള്ളൂ, 30 പേർക്കുള്ള വീടും. ഏത് മുറി കിടന്ന് ഉറങ്ങും, ടെൻഷനാ, ഓടി ഇറന്നാ. അപ്പോൾ ചില ആൾക്കാർ രാത്രി 12 മണി വരെ മോളിൽ കിടക്കും, അത് കഴിഞ്ഞിട്ട് നാളെ കിടക്കും. അപ്പോഴും ഗ്യാപ്പ് ഉണ്ടല്ലോ, 3 മണി വരെ അടുത്ത മുറി കിടക്കും. കാരണം ഇത് എല്ലാം വട്ടത്തന്നെ. ആകെ 3 ആളുള്ളൂ, 30 പേർക്കുള്ള വീടും. നേതുടുക്കും. അലമാര തുറന്നു നോക്കി കഴിഞ്ഞാൽ ഡൗട്ടാ, എന്തുടുക്കും എന്നല്ല, ഇതിപ്പോൾ ഏതാ ഉടുക്കുക, ഒരു പണിയാ, 3 നേരമായിട്ട് എടുക്കുക, ഉച്ചയ്ക്കും കാലത്തും വൈകിട്ടൊക്കെ ആയിട്ട്. ഇപ്പം അങ്ങനെയായി കാര്യങ്ങളൊക്കെ. നോക്കൂ, നമ്മുടെ അവസ്ഥ അത്ര സുഖലോലുപരായി നമ്മൾ മാറി. അപ്പോൾ നിങ്ങൾ ഭക്ഷണമേശയെ സമീപിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? പരിത്യാഗം ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഹല്ലേലൂയാ. ഫോർ എക്സാമ്പിൾ, ഈന്തപ്പഴം ഇരിക്കുന്നത്, ഈന്തപ്പഴം വേണ്ട, അച്ചാറുണ്ടല്ലോ, അച്ചാറെടുത്തു, ബാക്കി ഒന്നും കഴിക്കരുത്, പരിത്യാഗായി. ഹല്ലേലൂയാ. തീരുമാനം എടുത്തു, എന്താ? എൻ്റെ ജന്മത്തിൽ ഞാൻ ഇറച്ചി കഴിക്കില്ല, പരിത്യജിക്കലായി. 2 വ്യത്യാസം ഉണ്ടേട്ടാ. പരിത്യാഗം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കോഴി വേണ്ട, കോഴി മാറ്റിച്ചു, പരിത്യാഗായി.
എന്നാൽ തീരുമാനം എടുക്കുക, ഇനി ഒരിക്കലും കോഴി കഴിക്കുന്നില്ല, പരിത്യജിക്കലായി. നമുക്ക് രണ്ടുമില്ല, അതിന് ഗുണമുണ്ട്. പിന്നെ ചില ആൾക്കാർ ഉപേക്ഷയ്ക്കുണ്ട്, കാരണം കൊളസ്ട്രോള്, ഷുഗർ. ചിലക്കിത് പ്രശ്നമില്ല. കോഴി ഇങ്ങോട്ട് വാങ്ങുക, അടുപ്പിൽ അങ്ങോട്ട് കയറ്റുക, വയറ്റിൽ കയറ്റുക, ഫ്രിഡ്ജിൽ കയറ്റുക, അടുപ്പിൽ കയറ്റുക, വയറ്റിൽ കയറ്റുക. ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഗുളികയും തിന്നും, കോഴിയും തിന്നും, ഗുളികയും തിന്നും, കോഴിയും തിന്നും, കൊട്ടുവായിടും. എന്നിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. എന്നിട്ട് യേശുവേ നന്ദി യേശു പാട്ടും പാടും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അന്മ പറഞ്ഞ ഞാൻ നിന്നോട് ഗുസ്തി, നീ എന്നോട് ഗുസ്തി, എല്ലാവർക്കും ഗുസ്തി. അവസാനം പരിശുദ്ധാഞ്ഞി ഞാൻ കൊണ്ട് വിഷമം, ഞാൻ കൊണ്ട് വിഷമം, എല്ലാവർക്കും വിഷമമാണ്. താനും എങ്ങനെ വിഷമില്ലാണ്ടിരിക്കുക? ഈ തീറ്റയല്ലേ. രണ്ട് എമ്പക്കം വിട്ടിട്ട് അമ്മ സ്തുതിയായിരിക്കട്ടെ, ശരി മോളെ പോളെ പോയി നോർത്ത് നോക്കൂ. അല്ല ദൈവാനുഭവം ഉണ്ടോ? സാധാരണ ഒരു പ്രാർത്ഥന കഴിഞ്ഞാൽ ആനന്ദം ഉണ്ടാവും. നമുക്കെല്ലാം ആനന്ദം ഉണ്ടോ? 10 നന്മ എന്ന് പറഞ്ഞാൽ ചൊല്ലുമ്പോൾ 100 കൂട്ടുവായ എങ്ങനെ ഗതി പിടിക്കാനാ? അല്ലേ? കാരണം നമുക്കൊരു അഭിഷേകത്തിൻ്റെ നനവ് നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരാൻ പലപ്പോഴും പറ്റണില്ല. പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം. എന്തുമാകട്ടെ, നിങ്ങൾ ഓർത്തോണം പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു സൂസന്നയാകാനോ ഒരു പൂർവ്വ ജോസഫ് ആകാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ. അപ്പോൾ അറിയാം എന്തുട്ടാ പിശാചിൻ്റെ പവറെന്ന്. ഹല്ലേലൂയാ. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ 10 പേര് കൂടി തെറ്റ് ചെയ്യാൻ പോവാണെന്ന് കരുതുക. 10 പേര് കൂടി തെറ്റ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് ഒരാൾക്ക് ബോധോദയം, ഇത് പാപമാണ്. അത്രയേ ഉള്ളൂ. പെട്ടെന്നൊരു ബോധോദയമാണ്, ഇത് പാപമാണ്, ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് പെട്ടെന്നൊരു വെളിപാട്. 10 പേര് ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണ് പാപം ചെയ്യാൻ വേണ്ടി. ഒരാൾക്ക് തോന്നുകയാണ് ഇത് പാപമാണ്. അയാൾ എന്ത് ചെയ്തു? ഈ 9 പേർക്ക് നേരെ തിരിഞ്ഞു. ഈ തിരിയുന്നതിന് പറയുന്ന പേരാണ് മാനസാന്തരം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 9 പേര് നിനക്ക് നേരെ ശത്രുവായി. ഹല്ലേലൂയ. ഈശോ പറഞ്ഞ ലോകം നിങ്ങളെ ദ്വേഷിക്കും, കാരണം നിങ്ങൾ ലോകത്തിലുള്ളവരല്ല. കേട്ടോ? ഒരു വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അശുദ്ധി നിറഞ്ഞ ലോകം നിനക്കെതിരാകും. എവിടെയൊക്കെ ജോസഫുമാർ ജീവിച്ചിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പ്രശ്നമുണ്ട് ജോസഫിനെതിരെ. ഹല്ലേലൂയ.